പേരില്ലാത്തൊരു കറി. വേണമെങ്കിൽ ഒഴിച്ചു കൂട്ടണമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കുള്ള ഒഴിച്ചു കൂട്ടാൻ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ല കേട്ടോ. ഇത് എൻ്റെ ഒരു എളുപ്പപ്പണിയാണ്. ഒരു 10 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം പടവലവും ഒരു വെണ്ടയ്ക്കയും 2 പച്ചമുളകും ഒരു ചെറിയ കത്തിരി ഉണ്ടെങ്കിൽ പണി എളുപ്പം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയായിരുന്നു. വെളിച്ചെണ്ണ ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ എൻ്റെ ആദ്യത്തെ ഒരു വോയിസ് വീഡിയോ ഇത് കേട്ടിട്ട് ആരും ഒന്നങ്ങ് തെറി വിളിക്കില്ലേ. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുന്ന പോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് താളിക്കാനായിട്ട്. അത് വേണമെങ്കിൽ ചേർക്കാൻ, വേണ്ടാത്തവർക്ക് ചേർക്കാൻ. ഇത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്. അതിട്ട് കുറച്ച് നമുക്കൊന്ന് വഴറ്റും. ഇത് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്യണം ഒരു തട്ടിക്കൂട്ട് പരിപാടി. ഒഴിക്കാനാണെങ്കിൽ കറിയും ആവും, ടേസ്റ്റും ഉണ്ടാവും, അധികം പണിയുമില്ല. ഇത് പിന്നെ പടവലങ്ങ, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ നീളത്തിൽ വരുന്നത്, അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ചട്ടിയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചട്ടിയിൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചട്ടി ചെയ്യണം. ഇത് ഒരു വെണ്ടയ്ക്ക ഇടുന്നതാണ് കേട്ടോ. ആ ഒരു വെണ്ടയ്ക്കയും ചേർത്ത് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കണം. 4 കളറിനിട്ട് കട്ട് ചെയ്തിട്ടിരിക്കണം. അതിനെ ഇട്ടേക്കുന്നത്. എൻ്റെ വോയിസ് ഇടയ്ക്കിടയ്ക്കും ബ്രേക്ക് ആകുന്നുണ്ട്. ആരും ഒന്നും വിചാരിക്കില്ല. കുറച്ച് വെള്ളം നമുക്ക് അടുത്തടുപ്പിൽ ചൂടാക്കാൻ വയ്ക്കാം. ഈ കറിയിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചവെള്ളം ഒഴിക്കാം, ചൂടുവെള്ളം തന്നെ ഒഴിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ അടുപ്പ് ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ചൂടാക്കി വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് റെഡിയാവും. ജോലിക്ക് പോകാൻ ലേറ്റാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ തുഴപ്പം നടക്കുന്നുണ്ട്. അടുത്ത പാത്രത്തിൽ ചോറാണ് വേകുന്നത്. ഇത് കത്തിരിക്കരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ കത്തിരിക്കണേ. അതും ചേർത്ത് ഒന്ന് വഴറ്റാം. എനിക്ക് വഴറ്റുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ കഷ്ണങ്ങൾ മുഴുവനായിട്ട് കിടക്കുന്നതിനേക്കാളും വഴറ്റി ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ കറി എടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മുഴുവനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നതിനേക്കാളും ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഉടയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ എനിക്കത് വഴറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് ഭയങ്കര താല്പര്യം. ഇത് കുറച്ച് കറിവേപ്പിലാണ്, പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി എപ്പോഴെപ്പോഴും വഴറ്റിക്കൊണ്ടിരിക്കുന്ന വെച്ച് ഇതെന്ത് വയറ്റിൽ പരിപാടി മാത്രമേ ഉള്ളൂ എന്നൊന്ന് വിചാരിക്കണ്ട കേട്ടോ. അതിൽ കുറച്ച് ചൂടുവെള്ളം അടുത്ത പാത്രത്തിൽ അടുപ്പിൽ നല്ല ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത്. പക്ഷേ സംഭവം എന്താണെന്നറിയോ, ഈ അടുത്ത പാത്രത്തിൽ ഇരിക്കുന്ന ചോറ് പാത്രത്തിൽ വെള്ളം കുറഞ്ഞു. പിന്നെ ആ വെള്ളം എടുത്ത് അതിലോട്ട് ഒഴിക്കേണ്ടി വന്നു. വീണ്ടും തന്നെ കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതൊരു പകുതി തക്കാളിയാണ്. ആദ്യം മറന്നുപോയി. അതുകൊണ്ടാണ് പിന്നെ വീണ്ടും അരിഞ്ഞ് ഇതിൽ കൂടെ ചേർക്കണം. എൻ്റെ സംസാരമൊക്കെ ഭയങ്കര ബോറാണോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിക്കൊക്കെ വരുന്നുണ്ട്. ഇനി വീഡിയോ കണ്ടിട്ട് അയ്യോ വിക്ക് കൂടുതലാണെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. എൻ്റെ വോയിസ് റെക്കോർഡിങ് അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. ശരിക്കും എനിക്ക് വീഡിയോ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത്. ഒരുപാട് തെറ്റുകളുണ്ടാവും. ഒരുപാടെന്ന് വെച്ചാൽ മുക്കാൽ മൊത്തത്തിൽ തെറ്റാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തമിഴൊക്കെ കയറി വരും. കാരണം ഞാൻ മലയാളിയാണെങ്കിലും നന്നായിട്ട് തമിഴ് സംസാരിക്കും. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ശരിയാകുമെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്ന സമയത്തുണ്ട് പച്ചവെള്ളം ഒഴിക്കാണ്ട് ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടുമല്ലോ. അതിനിടയ്ക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം. ഒരു 2 പിടി തേങ്ങ. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഇല്ലാതെ പോകുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വിക്ക് വരുന്നതുകൊണ്ടാണ്. വിക്കുള്ള ആളല്ല ഞാൻ, പക്ഷേ വോയിസ് ഇടയിൽ കയറ്റുന്നതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. പിന്നെ വേറെ അധികം ഡെക്കറേഷൻസ് അല്ല. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല തേങ്ങ അരയ്ക്കാൻ ചേർക്കാനായിട്ട്. ഇതാ വലിയ സ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണോ ഇതിനൊക്കെ എങ്ങനെ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. സാധാരണ എല്ലാം കൈപ്പിടി അളവാണ് എനിക്ക്. എൻ്റെ ഇഷ്ടത്തിനങ്ങ് അടിച്ചു കൂട്ടി ഒരു കറി ഉണ്ടാക്കും. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ ഊറാനിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ച്
മിക്സിയിലൊന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത്രേ ഉള്ളൂ. ഈ പൊടി ഐറ്റംസ് ഇത്ര മാത്രം, മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഉള്ളൂ. വേറെ ജീരകമോ വെളുത്തുള്ളിയോ അങ്ങനത്തെ പരിപാടിയേ ഇല്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, അതിൽ കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. മഞ്ഞൾപ്പൊടി ഇല്ലാത്ത കറിയില്ല മക്കളെ എനിക്ക്. അരച്ചെടുത്തത് അരപ്പ് ആദ്യം ഒഴിച്ചു. പിന്നെ ആസ് യൂഷ്വൽ വഴക്കം പോലെ മിക്സി ജാറ് കൈ ഒഴിക്കാതെ എന്താവില്ലേ, മിക്സി ജാറ് കൈ ഒഴിക്കണം, അത് നിർബന്ധം. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കൂടെ ചേർക്കണം, അത്രേ ഉള്ളൂ പരിപാടി. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി മൊത്തത്തിൽ റെഡിയാവും കേട്ടോ, വേറെ ഒരു പരിപാടിയില്ല. ഇതൊക്കെ ഈ പച്ചക്കറി കഴിഞ്ഞു പോകുമ്പോൾ, തീരാറായി കിടക്കുമ്പോൾ അവസാനമുള്ള എടുത്ത് കളയില്ല ഞാൻ. ഇത് അവസാനമുള്ള ബാലൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഇച്ചിരി പുളി കൂടുതലായിരിക്കും, തക്കാളിയും പുളിയും കൂടെ ഒഴിച്ചതുകൊണ്ട് ഇച്ചിരി പുളി കൂടുതലായിരിക്കും. നിങ്ങളിതിൻ്റെ അളവൊക്കെ എങ്ങനെയാണെന്നോ ഏതാണെന്നോ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യരുത്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇന്ന് വെച്ച് കഴിക്കുന്നതിനേക്കാളും നാളെ ആകുമ്പോഴത്തേനും ഈ പടവലങ്ങയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പുളിയും ഉപ്പുമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് കുറഞ്ഞു, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടത്. പിന്നെ എന്തുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ കളർ കണ്ടിട്ട് അത് എന്തുപ്പല്ല എന്ന് പറഞ്ഞാൽ എന്തുപ്പല്ല, അത് എന്തുപ്പ് തീർന്നു പോയതുകൊണ്ട് ഞാനിപ്പോൾ നോർമൽ ടാറ്റാ സോൾട്ട് ഉപയോഗിച്ചത്. ഒരു 10 വർഷമായിട്ട് ഞാൻ എന്തുപ്പ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. തീർന്നു പോയി, വാങ്ങിക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. പിന്നെ ഇരുന്നത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെന്തുവാ, അടുത്തടുപ്പിൽ ചോറ് വേകുന്നുണ്ട്, ജോലിക്ക് പോകുന്ന സമയമാകുന്നുണ്ട്, ഒന്ന് ചുറ്റി വയ്ക്കാം. ഈ തുണി കണ്ടിട്ട് നിങ്ങൾ അയ്യേ കറുത്ത തുണി, അയ്യേ അങ്ങനത്തെ തുണിയെന്നൊന്നും പറയണ്ട കേട്ടോ. ഞാനത് ദിവസവും കഴുകി ഉപയോഗിക്കുന്നത്. അവിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഈ എണ്ണ മെഴുക്കൊക്കെ ഉള്ള തുണികൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാനത് ശരിക്കും വീഡിയോ ചാനലിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. പക്ഷേ അത് ശരിക്കും എനിക്ക് വർക്കായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളത്തിൽ ഷാമ്പു ഇട്ട്, അതിലവർ സോപ്പ് പൊടിയാണെന്ന് തോന്നുന്നത്, ഞാൻ പക്ഷേ അതിൽ ഷാമ്പു ഇട്ട് ഉപയോഗിക്കുക ചെയ്ത്. തുണിയുടെ അടുപ്പിൻ്റെ പുറം തുടയ്ക്കുന്ന തുണിയുടെ ഈ എണ്ണ മെഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്കത് വർക്കായി കേട്ടോ നന്നായിട്ട്. ഞാനിപ്പോൾ തുണിയൊക്കെ അങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്. അടുപ്പിൻ്റെ പുറം തുടയ്ക്കുന്നത് എണ്ണ ഒരുപാടാണെങ്കിൽ എപ്പോഴും കഴുകി തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ എണ്ണയുടെ മയം അധികം ഉണ്ടെങ്കിൽ ഞാൻ ചാനലിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതെനിക്ക് നന്നായിട്ട് യൂസായി. ഞാൻ വീഡിയോ എല്ലാം അത്യാവശ്യം കാണുന്നത്, അതെൻ്റെ ആദ്യത്തെ വോയിസ് റെക്കോർഡിങ് വീഡിയോ ആണ്. ദയവ് ചെയ്ത് ഇത് കണ്ടിട്ട് നിങ്ങളാരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. പരിപാടി കഴിഞ്ഞു, അടുപ്പ് ഓഫ് ചെയ്തു. ഇനി ജോലിക്ക് പോകാൻ സമയമായി, പോയി ഡ്രസ്സ് മാറ്റിയിട്ട് പോകണം.